ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അനവധി കഥകൾ കേൾക്കുകയും കേൾക്കാനിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ ഒരു കൊച്ചു കഥയുമായിട്ടാണ് കടന്നു വന്നിട്ടുള്ളത്. ഞങ്ങളുടെ കഥയുടെ പേര് വഹ്ശിയുടെ ചാട്ടുളി. അതെ, വഹ്ശിയുടെ ചാട്ടുളി. സാദരം ജ്ഞാത കഥയുടെ സ്വരമൂരത്തിരട്ടെ, പാരിതിൽ ഞങ്ങൾ സത്യമതത്തിൽ വായ്ത്തിരട്ടെ, കരമിതുയർത്തി നിന്നുടെ സവിധത്തിൽ ഈ ഗാനമിൽ നാം ഒന്നിച്ചൊന്നായി അന്തമുരക്കുന്നേ. കരമിതുയർത്തി നിന്നുടെ സവിധത്തിൽ ഈ ഗാനമിൽ നാം ഒന്നിച്ചൊന്നായി അന്തമുരക്കുന്നേ. മരങ്ങൾക്കപ്പുറം മദീന താഴ്വരയിൽ മസ്ജിദ് നബിയുടെ അകത്തളത്ത് പ്രവാചകൻ തന്റെ അനുയായികളോട് എന്തോ പറഞ്ഞു. ഇത് കേട്ട മാത്രയിൽ അവരെല്ലാവരും തക്ബീർ എതിരേറ്റു. ചിലർ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, ഇല്ല ഇല്ല, അവനെ വെറുതെ വിടാൻ പാടില്ല. തങ്ങളുടെ കൂടെ ഏതറ്റം വരെയും പാറ പോലെ ഉറച്ചു നിൽക്കാൻ ഞങ്ങളുണ്ടാകും തിരുദൂതരെ. അങ്ങ് കൽപ്പിച്ചാലും. എന്തായിരുന്നു അവിടുത്തെ കൽപ്പനയെന്നോ? അതിരൊറ്റ വമ്പിൽ മുമ്പിൽ അടരിടമി വിടമിൽ ബദരിടാരവമുയരുകയായി ദിനമായ ഹൃദയത്തിനവശമിൽ വിജയരചന മതണി ചേരൂ, വിജയരചന മതണി ചേരൂ. അതിരൊറ്റ വമ്പിൽ മുമ്പിൽ അടരിടമി വിടമിൽ ബദരിടാരവമുയരുകയായി ദിനമായ ഹൃദയത്തിനവശമിൽ വിജയരചന മതണി ചേരൂ, വിജയരചന മതണി ചേരൂ. അതെ, അത് ബദറിലേക്കുള്ള വിളിയാളമായിരുന്നു. ഹിജ്റ 2-ാം വർഷം അബൂ സുഫിയാനെ തടയാൻ പുറപ്പെട്ട ശത്രു സൈന്യവും മുസ്ലിം സൈന്യവും ബദറിന്റെ താഴ്വരയിൽ വെച്ച് ഏറ്റുമുട്ടി. ഹംസത്തുൽ കറാറിന്റെ വാളുകൾ അന്തരീക്ഷത്തിൽ മിന്നിമറിയുമ്പോൾ ശത്രു തിങ്കന്മാരുടെ ശിരസുകൾ ചിഹ്നിച്ചതേക്കൊണ്ടേയിരുന്നു. അബൂജഹൽ, ഷൈബത്ത്, ഉത്ബത്ത് ഓരോരുത്തരായി അടർന്നു വീണുകൊണ്ടേയിരുന്നു. യുദ്ധത്തിന്റെ ആവേശത്തിനിടയിൽ മഹറുകളിൽ നിന്ന് ഹിന്ദു വിലപിച്ചു. എൻ്റെ പിതാവ്, എൻ്റെ സഹോദരൻ, എൻ്റെ ഭർത്താവ് എല്ലാം നഷ്ടമായി. ഇല്ല ഇല്ല, അവനെ വെറുതെ വിടാൻ പാടില്ല. ഹിന്ദു മനസ്സിൽ പറഞ്ഞു, അവനെ വധിച്ചിട്ട് തന്നെ സമാധാനമുള്ളൂ. ഹിന്ദിന്റെ മനസ്സിൽ ഒരു ഉപായം മിന്നി. എന്തെന്നല്ലേ? ഹിന്ദതിയാ മോഹമിൽ മൊഴിയുന്നു അടവുകൾ പലതായി. ഹംസത്തിന്റെ സൂരതം തരും കൊലരഹിത ഹിദായത്തിൻ മാണം. സ്വാതന്ത്ര്യം മുന്തിരി ചിന്തും മുന്തിരി ചുന്തിര ചന്ദിര ശോഭി ദൂറ വസിൽ കസൂറ, ദൂറ വസിൽ കസൂറ. അതെ, കറുത്ത വരിക്കാരനായ തൻ്റെ വഹ്ശി എന്ന അടിമയോട് ഹിന്ദു പറഞ്ഞു, നീ ഹംസയുടെ തലയെടുക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ മോചിപ്പിക്കാം. ഹിന്ദിൻ്റെ വഹ്ശിയുടെ മനസ്സിലൂടെ ചിന്തകൾ കടന്നുപോയി. എത്ര കാലം ഒരാളുടെ മുമ്പിൽ തലകുനിച്ചിരിക്കണം? തന്നെ പോലുള്ളവരുടെ ചില സ്വപ്നമായ മോചനം ലഭിക്കണമെങ്കിൽ ഹംസയെ വകവരുത്തുക തന്നെ. പിന്നീട് അങ്ങോട്ട് വഹ്ശിക്ക് ഉറക്കമില്ലാത്ത നാളുകളായിരുന്നു. ഇരിപ്പിനൊടുവിൽ അതാ ആ ദിവസം വന്നെത്തി. ഉഹുദിന്റെ ഭൂമിയിൽ വെച്ച് ഹംസ അല്ലാഹുവിന്റെ വെട്ടി വീഴ്ത്താനുള്ള മാർഗനിർദ്ദേശങ്ങൾ പഠിപ്പിച്ച് ഹിന്ദു വഹ്ശിയെ യുദ്ധഭൂമിയിലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ പാത്തും പതുങ്ങി നിൽക്കുന്നതിനിടയിൽ അതാ അത് ഹംസയല്ലേ. പിന്നെ വഹ്ശി ഒട്ടും താമസിച്ചില്ല. വഹ്ശി തന്റെ ചാട്ടുളെടുത്തെറിഞ്ഞു. പിന്നെ എന്തുണ്ടായെന്നല്ലേ? ദിലതുടിപ്പുകൾ അതിനിലക്കവെ ചോടിയിൽ തീയാൽ തുയക്കവെ ചിരിയടുത്തേ ചങ്കു തകർത്തേ വഹ്ശിയുടെ ചാട്ടുളി ചോര തുറന്ന് ചിരിയടുത്തേ ചങ്കു തകർത്തേ വഹ്ശിയുടെ ചാട്ടുളി ചോര തുറന്നേ. ചീന്തിടുമവർ മാന്തിടുമവർ കൊന്ന പടേ വാർത്തിടുമവർ, ചീന്തിടുമവർ മാന്തിടുമവർ കൊന്ന പടേ വാർത്തിടുമവർ. ദിലതുടിപ്പുകൾ അതിനിലക്കവെ ചോടിയിൽ തീയാൽ കൊല്ല തുഴക്കവെ ചിരിയടുത്തേ ചങ്കു തകർത്തേ വഹ്ശിയുടെ ചാട്ടുളി ചോര തുറന്ന് ചിരിയടുത്തേ ചങ്കു തകർത്തേ വഹ്ശിയുടെ ചാട്ടുളി ചോര തുറന്നേ. ചീന്തിടുമവർ മാന്തിടുമവർ കൊന്ന പടേ വാർത്തിടുമവർ, ചീന്തിടുമവർ മാന്തിടുമവർ കൊന്ന പടേ വാർത്തിടുമവർ. വഹ്ശി തന്റെ ചാട്ടൽ കൊണ്ട് ഹംസ അല്ലാഹുവിനെ എറിഞ്ഞു വീഴ്ത്തിയത് കണ്ട ഹിന്ദ് അവിടെ ഓടിച്ചെന്നു. ഹംസ അല്ലാഹുവിന്റെ ഭൗതിക ശരീരം വികൃതമാക്കി. അവിടുത്തെ നയനങ്ങൾ ചുഴുതെടുത്ത്, കാത് പറിച്ചെടുത്ത്, മൂക്ക് മുറിച്ചെടുത്ത്, വയറ് പിളർത്തി ചവച്ചു തുപ്പി. അല്ലാഹ്, നബി തങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ചാലിട്ടൊഴുകി.
കാലമധികം കഴിഞ്ഞില്ല, മക്കയിലും മദീനയിലും ഇസ്ലാമിൻ്റെ പതാക പാറിപ്പറക്കാൻ തുടങ്ങി. എന്ത്? ഹിന്ദു പക്ഷിയും സത്യത്തിലേക്ക് കടന്നു വരുന്നെന്നോ? ജനം കൂട്ടം കൂട്ടമായി ഇസ്ലാമിനെ പുൽകാൻ തുടങ്ങി. നബിതങ്ങളുടെ സദസ്സിലിരിക്കുന്നവർക്ക് എങ്ങനെയാണ് നബിതങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയുക? ഒരു വേള സത്യത്തിൽ ഒത്തുവന്നേ അല്ലാഹുവിൻ ദൂതരെ ചാരെ ചെന്നേ മഹിയായ ഹിന്ദു മഞ്ഞിയാം വൈശി മഹൂദർ തങ്ങളിൽ ആശിച്ചില്ലേ എന്നെ വെറുതെരു മാപ്പ് തേടവേ ആകെയും നിരാശയിൽ ആയിരം സലാം എന്നെ വെറുതെരു മാപ്പ് തേടവേ ആകെയും നിരാശയിൽ ആയിരം സലാം ഒരു വേള സത്യത്തിൽ ഒത്തുവന്നേ അല്ലാഹുവിൻ ദൂതരെ ചാരെ ചെന്നേ മഹിയായാം ഹിന്ദു മഞ്ഞിയാം വശി മഹൂദർ തങ്ങളിൽ ആശിച്ചില്ലേ എന്നെ വെറുതെരു മാപ്പ് തേടവേ ആകെയും നിരാശയിൽ ആയിരം സലാം എന്നെ വെറുതെരു മാപ്പ് തേടവേ ആകെയും നിരാശയിൽ ആയിരം സലാം. കേട്ടില്ലേ? ഹിന്ദു പക്ഷിയും ഇസ്ലാമിനെതിരെ പല ദുശ്ചയങ്ങൾ ചെയ്തിട്ടും പ്രവാചകൻ അവർക്ക് പൊറത്തു കൊടുക്കുകയും ആദരണീയമായി അവരെ ഇസ്ലാമിലേക്ക് സ്വീകരിക്കുകയും ചെയ്തു. ഇതിൽ നിന്ന് നമുക്ക് ഇസ്ലാമിൻ്റെ മഹത്വം മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ആ മഹാന്മാരുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങളെ കൊച്ചു കഥാപ്രസംഗത്തിന് ഇവിടെ തിരശ്ശീലിടുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. Next on the stage, code letter B. Code letter E. Hello, 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 hello.